നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 59. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 59. ഇന്ന് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 1-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം പകുതി അർത്ഥം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഇന്നലെ. അതിൻ്റെ ബാക്കി നമുക്ക് പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് നിർത്തിയത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭഗവാൻ തന്നെ ഉദ്ധവരോട് ഉപദേശിക്കുന്നതായിട്ട് ഭാഗവതത്തിൽ കാണാം. എന്ത് എന്ന് പറയണോ? യാഗാദി കർമ്മഫലങ്ങൾ സ്വർഗാദി ലോകത്തിൽ അനുഭവിക്കുമെന്ന് പറയുന്ന വേദവാക്കുകൾ പുഷ്പത്തിൻ്റെ സ്ഥാനത്തുള്ളവയാണ് എന്ന് പറഞ്ഞാൽ കാറ്റിട്ടില്ല, പൂവായിട്ടേ ഉള്ളൂ അത്. അപ്പോൾ സത്യത്തിൽ ഈ സ്വർഗമല്ല സനാതനധർമ്മത്തിൽ ലക്ഷ്യം. പിന്നെന്താ ചോദിച്ചാൽ മോക്ഷമാണ്. മോക്ഷത്തിന് അഹിംസാപരമോ ധർമ്മ എന്നാണ്. അപ്പോൾ 2 കോഴിയെ കൊന്ന് നമ്മൾക്ക് പൊരിച്ചിട്ടോ കറി വെച്ചിട്ടോ അടിച്ചു പൊളിക്കാം. പക്ഷേ ആ കിട്ടുന്ന സുഖത്തിനെയാണ് ഇവിടെ സ്വർഗസുഖം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ വയറ് വിശക്കുമ്പോൾ കോഴി ഇല്ലെങ്കിൽ എന്താ കിട്ടിയെന്ന് വെച്ചാൽ അത് കഴിക്കില്ലേ. അപ്പോൾ കോഴിയെ കൊല്ലുക എന്നുള്ളത് ഒരു ഹാബിറ്റാക്കി മാറ്റിയാൽ എന്താ ചോദിച്ചാൽ തീർച്ചയായിട്ടും നരകം ഫലം. കാരണം എല്ലാ ജീവജാലങ്ങളിലും എന്തുണ്ട്? ആത്മീയ ചൈതന്യമുണ്ട്, ഈശ്വര ചൈതന്യമുണ്ട്. അപ്പോൾ ആ ഈശ്വരീയ ചൈതന്യം ഈ കൊന്നു തിന്നുന്ന ആൾക്കാരേനെ ശപിക്കും. അതായത് എലിയെ കൊണ്ടും സിംഹത്തിനെ കൊണ്ടുമൊക്കെ വ്യാസരെ കഥ പറയിപ്പിക്കുന്നുണ്ട്. എന്താ? സിംഹം വലിയ കാട്ടിലെ രാജാവാണ്. പക്ഷെ വലയിൽ പെട്ട വലയിൽ നിന്ന് ഊരാനുള്ള ശക്തി ആർക്കില്ല? സിംഹത്തിനില്ല. എന്നാൽ വല മുറിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? എലിക്കുണ്ട്. അപ്പോൾ എലിയുടെ ശക്തി ചെറുതാണെങ്കിലും സിംഹത്തിൻ്റെ അത്ര ശക്തി ഇല്ലെങ്കിലും എലീനെ സിംഹം ഡിപ്പെൻഡ് ചെയ്യണു. എന്തിനു വേണ്ടി? തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അറിയാതെ കണ്ട് മുന്നേ പോകുന്ന ഗോവിൻ്റെ പിന്നാലെ പോകുന്നു മറ്റു ഗോക്കളും എന്ന് പറയുന്ന പോലെ കാശും സമയവും ചെലവാക്കിയിട്ട് എന്താ കാര്യം? നമ്മൾ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മളിനി മനസ്സിലാക്കേണ്ടത് പുനരാവൃത്തിരഹിതമായ മോക്ഷം പ്രാപിക്കേണ്ടതാണെന്നാണ് വേദത്തിൻ്റെ പരമാർത്ഥ ഉപദേശം. അപ്പോൾ പരമാർത്ഥ ഉപദേശത്തിനെ മാറ്റി സാമാന്യ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ മോശമാവും. അതുകൊണ്ട് അതറിയുവാൻ കഴിയാത്തവർ പുഷ്പഭംഗി കാണുന്നത് കൊണ്ട് തന്നെ വൃക്ഷം നട്ടു വളർത്തിയതിൻ്റെ ഫലമായെന്ന് കരുതുന്നത് പോലെ. അപ്പോൾ ഈ പുഷ്പം എന്നുള്ളത് വലിയൊരു അപകടം പിടിച്ച പരിപാടിയാണ്. മനസ്സിലായില്ലേ? അതായത് മാവ് വെച്ച് പിടിപ്പിക്കുന്നത് മാവിൻ്റെ പൂവിന് വേണ്ടിയിട്ടല്ലല്ലോ. ചോദിച്ചതിന് സമാനം പറയണം. മാവ് വെച്ച് പിടിപ്പിക്കുന്നത് മാങ്ങ അനുഭവിക്കാനാണ്, മാവിൻ്റെ പൂവിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ സ്വർഗാദി ഭോഗങ്ങളെ കാക്ഷിച്ച് യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്ന് സാരം. അപ്പോൾ അത് ഈ കാലത്തും എന്താണെന്ന് പറയുക, പ്രബലമാണ് ഈ ആശയം. ഇപ്പോൾ ചില സ്ഥലത്ത് എന്ത് യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്? വളരെയധികം പണം പിരിവിച്ച് പല യജ്ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് അന്തിമ ഫലം എന്താ? ആ ഹോമശേഷം മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുത്ത് അവരിൽ നിന്നൊരു ദക്ഷിണ വാങ്ങൽ. അല്ലെങ്കിൽ ഇതിന് കാശ് തികയില്ലല്ലോ. സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടെന്ന് പറയരുത്, മോക്ഷത്തിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണു? മോക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ
ഇല്ല, ഇപ്പോൾ കുബേരയാഗം നടത്തിയവർ കാശുണ്ടാക്കിയെന്നല്ലാതെ സാധാരണക്കാരൻ എന്തുണ്ടായി? കുറച്ച് കാശ് ചിലവായി, അവിടെ പോയിട്ട് ഊണ് കഴിച്ചിട്ടുണ്ടാവും, അത്ര തന്നെ. അപ്പോൾ സംഗതി ഇവിടെ മോക്ഷപ്രാപ്തിയാണെങ്കിൽ ഭാഗവതം മതിയെന്നേ പറഞ്ഞുള്ളൂ. അത് വേണ്ടവർക്ക് എങ്ങനെ വേണോ അങ്ങനെ ഉപയോഗിക്കാം, അല്ലേ? അതുകൊണ്ട് ഭക്തിയോഗം തന്നെ അശുദ്ധം ശുദ്ധം എന്ന് 2 തരത്തിലുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഭക്തിയോഗം തന്നെ 2 തരത്തിൽ, ഒന്ന് ശുദ്ധം, ഒന്ന് അശുദ്ധം. ഈ ഈശ്വര ഭജനത്തിൻ്റെ ഫലമായിട്ട് ഐശ്വര്യാദികൾ സിദ്ധിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഭജിക്കുന്നത് അശുദ്ധം. ഇനി ഞാൻ എന്താ പറയുക, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയില്ല. അതായത് ഈശ്വര ഭജനത്തിൻ്റെ ഫലമായിട്ട് ഐശ്വര്യാദികൾ സിദ്ധിക്കണം എന്ന ആഗ്രഹത്തോട് ഭജിക്കുന്നത് അശുദ്ധം. മോക്ഷവും കൂടെ ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഭജനം ശുദ്ധം. മോക്ഷത്തിന് കൂടി തള്ളി പറഞ്ഞുകൊണ്ട് ഇത് എൻ്റെ കടമയാണ്, കടപ്പാടാണ് എന്ന് പറയുന്നത് ശുദ്ധം. ഇപ്പോൾ ഭാഗവതം പഠിക്കുന്ന നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം, ഞാൻ ഐശ്വര്യത്തിന് വേണ്ടി ഭാഗവതത്തിനെ ഉപാസിക്കണോ, എല്ലാവരാലും കീർത്തിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തീരണം. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ 2001 ആദ്യത്തെ സപ്താഹം ചെയ്തത്. പക്ഷേ പേരിന് മാത്രം. പിന്നെ ഞാൻ ചുരുങ്ങി. കാരണം എന്താ, ഈ ഫീൽഡ് എനിക്ക് പറ്റിയതല്ല. ഐശ്വര്യവർദ്ധനത്തിനെന്ന് മയക്കുകൂടെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടാവില്ല, എനിക്കത് പറയാനും പറ്റില്ല. അപ്പോൾ അവന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്കെന്താ ലാഭം? സോറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നിലേക്ക് ഞാൻ ചുരുങ്ങി. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതിലേക്ക് ഞാൻ ചുരുങ്ങി. അതിൻ്റെ മഹത്വം കൊണ്ടാണ് ഞാൻ ഇത് യൂട്യൂബായിട്ട് പറഞ്ഞത്. എനിക്ക് നിങ്ങളാരും കാശ് തരണ്ട. എന്നാൽ യൂട്യൂബിൽ നിന്ന് ഇനി കാശ് കിട്ടാൻ തുടങ്ങിയോ? ഇല്ല, കാശ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ഇത് റീച്ചാവില്ല. റീച്ചായാലല്ലേ റിച്ചാവുള്ളൂ, വേണ്ട. പക്ഷേ ഫോർ യുവർ ഇൻഫർമേഷൻ, എൻ്റെ പ്രായത്തിൽ എനിക്ക് എന്തൊക്കെ കുടുംബൈശ്വര്യങ്ങൾ വേണം അതൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ട്. സം അതർ വേസ് ആൻഡ് മീൻസ്. ഒന്നാമത് പരിമിതമായിട്ടുള്ള ആഗ്രഹങ്ങളേ ഉള്ളൂ. കിടക്കാൻ ഒരു വീട് വേണം, കഴിക്കാൻ ആഹാരം വേണം. അത് എൻ്റെ മക്കൾ. പിന്നെ എനിക്ക് തന്നെ, ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് സർവൻ്റ് ആവുക കാരണം ഇപ്പോൾ നല്ല പെൻഷനുണ്ട്. അസുഖങ്ങൾ വരാതെ കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും, ലൗകിക ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും ആധ്യാത്മിക ബാങ്ക് ബാലൻസ് എൻ്റെ വളരെ വലിയ എമൗണ്ടാണ്. അത് അതാണ് ഞാൻ എടുത്ത് വീശുന്നത് ഇത്. അപ്പോൾ ഇതിനെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായ ഭക്തി വേണം. അപ്പോൾ പിന്നെ അപ്പോൾ ഇത് കാണിക്കാനാണ് പ്രോധിത കൈതവം എന്ന് പറയാൻ കാരണം. ഫലത്തെ ആഗ്രഹിക്കുക എന്ന വ്യാജത്തോട് ചേർച്ചയില്ലാതായിരിക്കുന്നതാണ് ഭക്തിയോഗത്തിൻ്റെ സുന്ദര രൂപം. ഭക്തിയുടെ സുന്ദര രൂപം എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഐശ്വര്യങ്ങൾ എനിക്ക് ലൗകികമായിട്ട് വേണ്ട, എനിക്ക് ആധ്യാത്മിക ഐശ്വര്യങ്ങൾ ഉണ്ടായാൽ മതി. അതെങ്ങനെയാണ് ചോദിച്ചാൽ, വിചാരിക്കുന്നത് നടക്കുക. എന്താ വിചാരിക്കണത്? ഈശ്വരീയത, മോക്ഷം ആഗ്രഹിക്കാം. അപ്പോൾ നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തണമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അതന്നെയാണ് കാര്യം. നാരദരെ പോലെ എന്നല്ലോ നമുക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഈ സുന്ദര രൂപം എന്ന് പറയുണ്ടായി, ഭക്തിയോഗത്തിൻ്റെ സുന്ദര രൂപം, അതാണ് പരിശുദ്ധത. പരിശുദ്ധത. ഫലകാംക്ഷ വന്നാൽ പ്രേമം ഈശ്വരനിലല്ല, ഫലത്തിലാണ്. എന്തിനാണ് ഗുരുവായൂർ പോണത്? ഈശ്വരനിലാണോ? ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ സംഗീത കച്ചേരി അവിടെ പോയിട്ട് എന്താ പറയുക, തായമ്പക അല്ലെങ്കിൽ സംഗീതം, ഡാൻസ്, അവിടെ പോയി ഇനോഗ്രേറ്റ് ചെയ്യുക. അത് ഭഗവാനുള്ള സമർപ്പണമാണോ, നമ്മളെ 10 ആളെ അറിയാനുള്ളതാണോ? ഇതാണ്. എന്നിട്ട് നമ്മളെന്താ ചെയ്യണത്? കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് കാശ് വാങ്ങുക ചെയ്യണത്, ഉദരംഭരികളായിട്ട്. അല്ലെങ്കിൽ മേളം കൊട്ട് പഠിച്ച്, തായമ്പക കൊട്ട് പഠിച്ച് ഈശ്വരനെ ഉപാസിക്കുകയല്ല, കൊട്ടേഷനാണ് പിന്നെ നടക്കുന്നത്. അവിടെയാണ് പരിശുദ്ധതയുടെയും ശുദ്ധതയുടെയും കാര്യം വരുന്നത്.
അപ്പോൾ എനിക്കറിയാം തൃത്താല കേശവ പൊതുവാൾ, പിന്നെ കുഞ്ഞികൃഷ്ണ പൊതുവാളുടെ മകൻ അകാല മരണം, പ്രായമാവണതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു. എന്നാലും 60-61 വയസ്സ് വരെ ജീവിച്ചു. പക്ഷെ അദ്ദേഹം പരിശുദ്ധമായിട്ടുള്ള ക്ഷേത്ര കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നി പേരും പ്രസക്തിയും വേണ്ടെന്ന് വെച്ചിട്ടൊരു മഹാനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഫലകാംക്ഷ വന്നാൽ പ്രേമം ഈശ്വരനിലല്ല ഫലത്തിലാണ്. ഇപ്പോൾ 1008 നാളികേരം കൊണ്ട് നമ്മൾ മഹാഗണപതി ഹോമം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? നോട്ടീസ് തന്നെ പറഞ്ഞത് എന്താ? നിങ്ങൾ വീട്ടിൽ ഐശ്വര്യം വരുന്നതാണ്. അത് നോട്ടീസ് അടിക്കണവർക്ക് ഇതിൻ്റെ ഗുണം അറിയാഞ്ഞിട്ടല്ലേ? അവർക്ക് എന്ത് ശുദ്ധം, അവർക്കെന്ത് പരിശുദ്ധം. അവരാരാ? എൻ്റെ സഹോദരന്മാരാണ്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ ആരും സഞ്ചരിക്കുന്നില്ല. കാരണം എന്താ? സഞ്ചരിച്ചാൽ അവരവഹേളിക്കപ്പെടുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയണു, ഫലം കിട്ടുവാനായിട്ടുള്ള ഒരു ഉപാപമായിട്ട് മാത്രമേ ഈശ്വരനെ സ്നേഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് മാതിരി ഭജനം അതുകൊണ്ട് ആ മാതിരി ഭജനം അശുദ്ധം. അപ്പോൾ ഫലേശ്ച എത്രോ ജായതേ ന സദ്ധർമ്മ സ കൈതവ നിഷ്കാമോ യോ ഭവോധർമ്മ സ ശുദ്ധ പരികീർത്തിത. ഏതൊരുവൻ്റെ ഈശ്വരഭജന രൂപധർമാനുഷ്ഠാനത്താൽ, ശ്രദ്ധിക്കണം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് ആണത്. ഏതൊരുവൻ്റെ ഈശ്വര ഭജന രൂപധർമാനുഷ്ഠാനത്തിൽ ഫലത്തെക്കുറിച്ച് ആഗ്രഹമുണ്ടായിരിക്കുന്നുവോ അതിൽ കൈതവം ബാധിച്ചു. കാമമില്ലാത്തതായ ഭജനം തന്നെ ശുദ്ധമെന്ന് പറയപ്പെടുന്നത് എന്ന് സ്മൃതിയുമുണ്ട്. പ്രോധിത കൈതവം എന്ന പദത്തിന് കൈതവം എന്ന് പറഞ്ഞാൽ വിഷമഭാവം, അത് ലേശവും ഇല്ലാത്തത് എന്നർത്ഥം. വിഷമം അതിർനയത്ര നൃണാം ത്വം അഹം ഇതി മമ തവേദി യദന്യത്ര വിഷം അതിയാരചിതോ യഹ്യ വിശുദ്ധക്ഷൈ വിഷ്ണു അധർമ്മബഹുലം. ഒരുവന് ഞാൻ, നീ, എൻ്റേത്, നിൻ്റേത് എന്ന ഭാവം വിഷമതയാണ്. ഞാനെന്നും എൻ്റേതെന്നും പറയണത് വിഷമതയാണ്. ഇതെല്ലാം ഈശ്വരൻ്റെയാണ്. അതുകൊണ്ട് ഏതൊരു ഭജനത്തിലുണ്ടോ അത് ശുദ്ധഭക്തി യോഗമല്ല. ഇപ്പോൾ ദക്ഷിണ ചിലപ്പോൾ കവറ് മാറും തിരക്കിൽ. അതിന് എനിക്ക് വിഷമത ഉണ്ടാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വിഷമിച്ചിട്ടില്ല. കാരണം എന്താ? അതിനെ ഞാൻ ഡെസ്റ്റിനിന്ന് വിളിച്ച് പരിചയിച്ചു. ഡെസ്റ്റിനി. അപ്പോൾ ഞാൻ ഡെസ്റ്റിനിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമതയില്ല. എൻ്റെ കർമ്മഫലമാണ്. കഴിഞ്ഞ ജന്മം ഞാൻ ആർക്കെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റ് പറ്റാം. അത് കുടുംബത്തിലെ കാര്യമാണെങ്കിലും ശരി, പാർട്ടീഷൻ്റെ കാര്യമാണെങ്കിലും ശരി, അല്ലെങ്കിൽ അമ്മ അച്ഛൻ മരിച്ചിട്ടുള്ള സ്വത്ത് തർക്കം ചെയ്തിട്ട് വരുമ്പോഴും ഞാൻ ഇതാണ് വിചാരിക്കാറ്. കാരണം എനിക്കത് എൻ്റെ ലക്ഷ്യബോധം എന്താ? ഈശ്വരാർപ്പണമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് 1 ഓഫീസറായിട്ട് ഗണിക്കപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടാണ് 9:30 to 5:30 ടൈമിംഗ് ഞാൻ 8:30 to 4:30 ആക്കിയത്. അപ്പോൾ ഒരുവന് ഞാൻ, നീ, എൻ്റേത്, നിൻ്റേത് എന്ന ഭാവം വിഷമത ഏതൊരു ഭജനത്തിലുണ്ടോ അത് ശുദ്ധഭക്തി യോഗമല്ല. അതിൽ അശുദ്ധിയുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ഫലം ക്ഷയിക്കുന്നതാണ്. അതായത് പ്രൊഫഷണലിസം ഭാഗവതത്തിൽ വന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലം ക്ഷയിക്കുന്നതാണ്. അധർമ്മവും ആ ഭജനത്തിൽ അധികം വന്നു ചേരും. സർവത്ര സർവേശ്വര ദർശനം സമഭാവം തന്നെയാണ് ശുദ്ധഭക്തി യോഗം. എന്താണ് ശുദ്ധഭക്തി യോഗം എന്ന് പറഞ്ഞാൽ? സർവത്ര സർവ ഈശ്വര ദർശനം. എല്ലാവരിലും സമഭാവം ഉണ്ടാവുക, എല്ലാവരിലും ഈശ്വരനെ ദർശിക്കുക. എനിക്ക് എൻ്റെ ശരീരത്തെ ഞാൻ തന്നെ നുള്ളിയാൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ നുള്ളിയാൽ, എൻ്റെ ഭാര്യ എന്നെ നുള്ളിയാൽ എനിക്ക് വേദനിക്കുന്നു മനസ്സിലായാൽ ഞാൻ ഭാര്യനെയും കുട്ടികളെയും മറ്റുള്ളവരെയും നുള്ളാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല.
ഇതിനാണ് സമദർശനം എന്ന് പറയുന്നത്. ഈ സമദർശനം ഇല്ലാത്ത ബാക്കിയൊക്കെ അധർമ്മമാണ് ഇനി. അപ്പോൾ ഇവിടെ പറയുന്നു പ്രോദിത കൈതവ എന്ന വിശേഷണം ഈ സമഭാവത്തിനാണ്. കാണുന്നതും കേൾക്കുന്നതും അനുഭവപ്പെടുന്നതുമെല്ലാം ഈശ്വരാത്മകമായി കാണാനുള്ള അന്ധക്കരണ ശുദ്ധിയാണ് ഭക്തിയോഗത്തിൻ്റെ പരമലക്ഷ്യം. ഇനി എന്താ വേണ്ടത്? ഭക്തിയോഗത്തിൻ്റെ പരമലക്ഷ്യം എന്താണ്? കാണുന്നതും കേൾക്കുന്നതും അനുഭവപ്പെടുന്നതുമെല്ലാം ഈശ്വരാത്മകമായി കാണാനുള്ള അന്ധക്കരണ ശുദ്ധി. ഈ അന്ധക്കരണ ശുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന സാധനം ഉണ്ടാവണം എന്ന് വിചാരിക്കാതെ കൊണ്ട് ഭഗവാൻ അത് തന്ന് നമ്മളെ സന്തുഷ്ടിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അഭിപ്രായത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നു. ഏത്? അത് സിദ്ധമായാൽ സമഭാവമേ ഉണ്ടാകുകയുള്ളൂവെന്ന് സിദ്ധാന്തം. ഇപ്പോൾ എന്നെ കൂടുതൽ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്കറിയാം. എൻ്റെ മകൻ, എൻ്റെ രണ്ടാമത്തെ കുട്ടി, അയാൾ IIT ബോംബെ PhD ആണ്. പക്ഷേ BSc ആൻഡ് MSc കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് കെമിസ്ട്രിയിലാണ്. പക്ഷേ അയാൾ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ, എവിടെ? ഡെൻമാർക്കിൽ. ഇനിയാണ് അതിൻ്റെ ഗുഡ് പാർട്ട് വരുന്നത്. എന്താ? അയാൾ ഈ 4 കൊല്ലത്തെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ അയാളേനെ അവിടെ റിസർച്ചർ പോസ്റ്റിൽ അപ്പോയിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു 1.25 വർഷം കഴിഞ്ഞു റിസർച്ചർ പോസ്റ്റ് കഴിഞ്ഞപ്പോൾ അവർ അയാളേനെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയമിക്കുകയാണ്. നമുക്കൊരു ഗോഡ് ഫാദറും ഇല്ല എവിടെ. നമുക്ക് ഗോഡ് മാത്രമുണ്ട് എല്ലാ സ്ഥലത്തും. അപ്പോൾ ആ ഈശ്വരൻ എന്ന് പറയുന്നത് അയാളിൽ ഒരു ഈശ്വരീയതയുണ്ട്. അതുകൊണ്ട് അയാളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഇൻ്റലിജൻസ്, അയാൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് വൗച്ച് ചെയ്യാൻ അവിടുത്തെ അയാളുടെ ഹയറപ്സ് തയ്യാറായി. അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കെമിസ്ട്രിയും കെമിക്കലും കൂടെയുള്ള വ്യത്യാസം. പക്ഷേ അത് വ്യത്യാസമില്ലാതെ കണ്ട് സമഭാവനയോടുകൂടി പഠിച്ച് അവർ പറയുന്ന റിസൾട്ട് പ്രദാനം ചെയ്യാൻ സാധിക്കും. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നിലനിൽക്കുന്നത് ഈ ഭാഗവതത്തിലാണ്. അത് ഞാൻ പറയാണ്ടിരിക്കില്ല. അതാണ് സത്യം. അപ്പോൾ ഈശ്വരനെ നമ്മൾ സമഭാവനയിൽ എല്ലാം ഈശ്വരമയമായിട്ട് കാണാൻ തുടങ്ങിയാൽ പിന്നെ ദർ ഈസ് നോ ലിമിറ്റ്. എന്തിൽ? ആഗ്രഹപൂർത്തീകരണത്തിൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഭഗവൻ ഭൂതഭാവേശാന്ന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. അതാണ് ആദർശ പ്രാർത്ഥന. ഭഗവാനെ, എനിക്ക് എന്ത് കിട്ടിയാൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും അതെനിക്കറിയില്ല, അങ്ങയ്ക്കറിയാം. അതുകൊണ്ട് എൻ്റെ കർമ്മത്തിനനുസരിച്ച് ഉള്ള ഫലം തരൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മളെ ഒരു ചെറിയ ചൂണ്ടയിടുകയാണ്. അപ്പോൾ നമ്മൾ എന്താണെന്നാ പറയുക, ഭാഗ്യക്കുറി കിട്ടണം എന്ന് പറഞ്ഞ് ചിന്തിക്കരുത്. ഭാഗ്യമെന്ന് പറഞ്ഞത് സത്യത്തിൽ എന്താ? നിഷ്കാമ കർമ്മത്തിൻ്റെ ഫലമാണ് ഭാഗ്യം, ഇല്ലേ? ഇപ്പോൾ ഈ പ്രോവിഡൻറ്റ് ഫണ്ട് ഓഫീസിൽ അല്ലെങ്കിൽ ബാങ്കുകൾ, ദേശസാൽക്കര ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ, നോമിനി ഇല്ലാതെ കണ്ട് ഡിപ്പോസിറ്റർ മരിച്ചാൽ ആ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ വേറെ ആരും ഇല്ലെങ്കിൽ അത് ഡെഡ് സ്റ്റോക്കായിട്ട് മാറും. അതാണ് ഭാഗ്യം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ അറിയില്ല. ക്ലെയിം ചെയ്യാതെ കണ്ടുള്ള ഡെഡ് അക്കൗണ്ട്, ഇന്നോപ്പറേറ്റീവ് ഡ്യൂ ടു ഡിമൈസ്, കാലഹരണപ്പെട്ടു, അധികാരപ്പെട്ടവരില്ല. അപ്പോൾ ഈ നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഭഗവാന് നമ്മുടെ കർമ്മഫലങ്ങൾ വേണ്ട. ഭഗവാൻ നമ്മളെ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ എന്ത് ചെയ്യും? പരീക്ഷിക്കും. ആ പരീക്ഷയിൽ പാസ്സാവണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അഭിപ്രായത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നതാണ് കർമ്മശുദ്ധി ശുദ്ധിം അർപ്പണം, കർമ്മശുദ്ധിം അതർപ്പണം, കർമ്മശുദ്ധിർ മതർപ്പണം എന്ന് ഉദ്ധവരോട് പറയുന്ന ഭഗവത് വാക്യം. അങ്ങനെയുള്ള സമനില സിദ്ധിക്കണമെങ്കിൽ ഭാഗവത തത്വത്തെ അറിയുക തന്നെ വേണം. ഭാഗവതം ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല.
അങ്ങനെയുള്ള സമനില സിദ്ധിക്കണമെങ്കിൽ ഭാഗവത തത്വത്തെ അറിയുക തന്നെ വേണം. തത്വം അറിയണം, തത്വം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. സത്തുക്കൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആരാ? സദാചാര തൽപരന്മാർ. സദാചാര തൽപരന്മാരെയാണ് സത്തുക്കൾ, സജ്ജനങ്ങൾ എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്ന സത്യവസ്തു എന്താവാം? വിജ്ഞാനം, വിശേഷപ്പെട്ട അറിവ്. എന്തിന്? ഈശ്വരീയത എല്ലാവരിലും കാണാൻ ഈ ഒരു വിദ്യ ആവശ്യമാണ്, പരാവിദ്യ. അപ്പോൾ സത്തുക്കൾ എന്ന് പറഞ്ഞാൽ സദാചാര തൽപരന്മാർ, ആഗ്രഹിക്കുന്ന സത്യവസ്തു വിജ്ഞാനം. ഈ ഭക്തിയോഗത്തിൽ നിന്ന് സിദ്ധിക്കും എന്ന് വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ആഗ്രഹിക്കുന്ന വസ്തു ഭാഗവതത്തിലാണ്. ശിവദം, മറ്റുള്ളവർക്ക് മംഗളത്തെ കൊടുക്കാൻ സാധിക്കുന്നത് എന്നുകൂടി അർത്ഥം പറയണം. ശിവദം അപ്പോൾ എന്നുള്ള വിശേഷണം കൊണ്ട് കാണിച്ചിരിക്കുന്നു. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. സത്യമാണ് ജ്ഞാനം ആയിരിക്കണം, ആ ജ്ഞാനം അനന്തമായിരിക്കണം, അതാണ് ബ്രഹ്മം. സത്യജ്ഞാനം അനന്തം എന്ന ശ്രുതിവാക്യം സത്യവസ്തു പരമാത്മാവാണെന്ന് സിദ്ധാന്തിക്കുന്നു. ഭക്തിയാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത. ഒരു പ്രമാണം പറയണ്ടായി ഇവിടെ. അത് ഭക്തി കൊണ്ട് എൻ്റെ ഇയത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന വിധത്തിലിരിക്കുന്നവൻ ഞാൻ എന്ന് നിശ്ചയത്തെ തികച്ചും അറിയാം എന്ന് ശ്രീ ഭഗവാൻ തന്നെ അർജുനനോട് ഉപദേശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭഗവത്ഗീത എല്ലാവരും കാണാൻ പാഠം പഠിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോകണില്ല. ചിലവരുണ്ട് 15-ാം അധ്യായത്തെ ഊണിൻ്റെ മുമ്പ് ചെല്ലുവർ. അത് ഒരു ആചാരം, പക്ഷേ അതിൻ്റെ ശരിയായ ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് എത്തി ആ അർത്ഥതലങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വസ്തുവിൻ്റെ വിജ്ഞാനത്താൽ സിദ്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശിവദം. ഭാഗവതം അർത്ഥം അറിഞ്ഞ് പഠിച്ചു, ആ വേദോക്തമായിട്ടുള്ള ശീലങ്ങൾ നമ്മൾ പകർത്തിയാൽ കിട്ടുന്നത് LUCK എന്ന് പറഞ്ഞാൽ എന്താ? ശിവദം, കൈവല്യപദം എന്നർത്ഥമായ വിശേഷണത്താൽ ബോധിപ്പിക്കുന്ന നിർമത്സരാണാം സദാം. മത്സരബുദ്ധി ഉണ്ടാവില്ല ഇല്ലേ? ഇപ്പോൾ നമ്മൾ ചില വീഡിയോയിൽ കാണും, ഒരാൾ വേറൊരാളെ നമസ്കരിക്കും, അപ്പോൾ തന്നെ അയാൾ ഇയാളെ നമസ്കരിക്കും. അങ്ങനെ ചെയ്യണ എത്ര ആൾക്കാരുണ്ട്? നമ്മളെ കാണുന്ന ഒരാളെ നമ്മളെ കണ്ട ഭാവം നടിക്കാണ്ട് പോകുമ്പോൾ തിരിച്ച് വിളിച്ച് അയാളെ ആശ്ലേഷിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഈഗോ ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നേക്കാൾ പെരുമയുള്ള ഒരാളെ കാണുമ്പോൾ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈഗോ ഉണ്ടാവാൻ പാടില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ആർക്കും. അപ്പോൾ നിർമത്സരാണാം സദാം എന്ന പദങ്ങൾ അസൂയ, മാത്സര്യം മുതലായ ദോഷമുള്ളവർ സത്തുക്കളല്ല എന്ന് പറയണം. നിർമത്സരാണാം സദാം എന്ന് പറഞ്ഞാൽ എന്താണ്? അസൂയ, മാത്സര്യം മുതലായ ദോഷമുള്ളവർ സത്തുക്കളല്ല. അവർക്ക് ഭക്തിയും ഭക്തിയാൽ സിദ്ധിക്കുന്നതുമായ കൈവല്യവും അനുഭവപ്പെടുകയില്ലെന്നും നിർണയിച്ചു. അവർ തലകുത്തി നിന്നിട്ടും കാര്യമില്ല. കാരണം എന്താ? അസംഭാവ്യമാണ്. അവർ ചെയ്യണതൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ അവിടെ പറഞ്ഞു താപത്രയോന്മൂലനം. ഒരു വാക്ക്, താപത്രയോന്മൂലനം. തപിപ്പിക്കുന്ന കാമം, ക്രോധം, ലോഭം എന്ന 3 ദോഷങ്ങളെ വേറെറുത്ത് നീക്കം ചെയ്യുവാൻ സത്യവസ്തു വിജ്ഞാനം ഉണ്ടാകുക തന്നെ വേണം. എന്താ സത്യവസ്തു വിജ്ഞാനം? ഈശ്വരൻ എല്ലാവരിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരോടാ നമ്മൾ ക്രോധിക്കുക? ആരോടാ നമ്മൾ മത്സരിക്കുക? ഇല്ലേ? ഭാഗവതത്തിൽ ഞാനിപ്പോൾ സൈമൾട്ടേനിയസ്ലി 568 എപ്പിസോഡൊക്കെയായി ശ്രീകൃഷ്ണ കഥാമൃതം പറഞ്ഞിട്ടൊന്ന് പച്ച മലയാളത്തിൽ പറയുന്നുണ്ട്. അതിൽ ഇപ്പോൾ ബാലലീലകളാണ് നടക്കുന്നത് വൃന്ദാവനത്തിൽ. അതിൽ ഭഗവാൻ ബലരാമസ്വാമിയായിട്ടുള്ള ആശയവിനിമയം, ബലരാമസ്വാമി ശ്രീകൃഷ്ണനോടുള്ള ആശയവിനിമയം,
അത് മനസ്സിലാക്കിയ സമഭാവന എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പറഞ്ഞു തപന്തി വിവിധാസ്താപാൻ നൈതാൻ മദ് ഗതചേതസ. എന്താ അതിനർത്ഥം പറയണത്? എന്നിൽ നിരന്തരം മനസ്സിനെ ഉറപ്പിക്കുന്നവരെ കാമാദി ബഹുവിധ വൃത്തികൾ ഒന്നും ക്ലേശിപ്പിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു. പക്ഷെ നമ്മൾ ആ ഉയരത്തിലേക്ക് പോണില്ല. എന്താ പറഞ്ഞത്? നോക്കൂ, എന്നിൽ നിരന്തരം മനസ്സിനെ ഉറപ്പിക്കുന്നവരെ കാമാദി ബഹുവൃത്തി. കാമം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നാണ് ബാക്കി 5 ദോഷം ഉണ്ടാവുന്നത്. കാമത്തിൽ നിന്ന് ക്രോധം, മതം, മത്സരം, ലോഭം, ഭയം. അപ്പോൾ ആദ്യത്തെ വേര്, കാമത്തിനോടുള്ള വേര് നമ്മൾ അറുത്താൽ ബാക്കി 5 ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല. 5 1 6 അപ്പോൾ ഒന്നും ക്ലേശിപ്പിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഉപാസ്യമായ ആ സത്യവസ്തുവിൻ്റെ സ്വരൂപത്തെ, ഉപാസ്യമായ എന്ന് പറഞ്ഞാൽ ഉപാസിക്കാൻ യോഗ്യമായ ആ സത്യവസ്തു സ്വരൂപത്തെ സ്ത്രീയോട് കൂടിയത് ഐശ്വര്യത്തോടു കൂടിയത് ഏത്? ശ്രീമദ് ഭാഗവതം. അപ്പോൾ അവിടെ ശ്രീ എന്ന് പറഞ്ഞാൽ രാധ എന്നൊരർത്ഥമുണ്ട്. ശ്രീ എന്ന് പറഞ്ഞാൽ രാധ. ദ്വിഭുജ കൃഷ്ണൻ്റെ ഗോലോകത്തിലത്തെ കൺസോർട്ടാണ് രാധ. രാധയോട് ചേർന്നിരിക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ് സത്യവസ്തുവെന്ന് ഉറപ്പിക്കുന്നു. എന്താ അങ്ങനെ പറഞ്ഞ? രാധ എന്നുള്ളത് പ്രേമം ഘനീഭവിച്ചതാണ്. അപ്പോൾ ശ്രീകൃഷ്ണനുള്ള സ്ഥലത്തൊക്കെ രാധയുണ്ട്, രാധയുള്ള സ്ഥലത്തൊക്കെ ശ്രീകൃഷ്ണനുണ്ട്. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമല്ല, ഒന്നാണ്. അതാണ് രാധേശ്യാം. രാധ എന്ന് പറഞ്ഞ് ബഹുമാനിച്ചിട്ടാണ് ശ്യാം, കൃഷ്ണൻ എന്നുള്ളത് പറയണത്. രാധേ കൃഷ്ണ, രാധേ. നോർത്ത് ഇന്ത്യയിൽ രാധേ. അതൊരു വേ ഓഫ് എക്സ്പ്രഷൻ. എത്ര ആൾക്കറിയാപ്പത്? അപ്പോൾ സത്യവസ്തുവെന്ന്, അപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് സത്യവസ്തുവെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണനെ ഒഴിച്ചുള്ള വസ്തുക്കളെല്ലാം അസത്യമാകയാൽ അവസ്തുക്കൾ തന്നെ. വസ്തു എന്ന് പറയാൻ അത് ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ശ്രീകൃഷ്ണനെ എല്ലാറ്റിലും കാണാൻ തുടങ്ങിയാൽ പിന്നെ അവസ്തുക്കൾ ഉണ്ടാവുമോ? ഇല്ല. രാധയും ശ്രീകൃഷ്ണനും എന്നുള്ള സംജ്ഞ എല്ലാറ്റിനും ബാധകമാണെങ്കിൽ അവസ്തുക്കളില്ല. അപ്പോൾ യസ്മിൻ സർവം വിലീയതേ വസ്തുതത് പരമാർത്ഥകം. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? യസ്മിൻ സർവം വിലീയതേ, എന്നിൽ എല്ലാം ലയിക്കണം. ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് പരിപാലിക്കുന്നത്, എന്നിലാണ് വിലയം പ്രാപിക്കുന്നത് എന്ന പ്രമാണം കൊണ്ട് തത് പരമാർത്ഥകം ഏതാദൃശം പരം ബ്രഹ്മ രാധാകൃഷ്ണോ ന സംശയ. എന്തുകൊണ്ടാണ് ഇത് സപ്താഹത്തിൽ വരാത്തത് എന്ന് ചോദിച്ചാൽ, ശരിക്ക് വേണ്ടത് ഈ ഭാഗവത മാഹാത്മ്യം ഒരു 3 ദിവസത്തെ പരിപാടിയായിട്ട് നടത്തണം. അല്ലെങ്കിൽ ഈ 2-3 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോഴാണ് ഭാഗവതത്തിന് ഗരിമ എന്താണെന്നുള്ളത് സാധാരണക്കാർക്ക്. ഇവിടെ ഒന്നും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിറ്റിയോ എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഇതിൻ്റെ രസം. മനുഷ്യന്മാർക്കൊക്കെ ഇത് ബാധക. പിന്നെ ആരെങ്കിലും ഒരാളുടെ മുകളിൽ തലയിലിരുന്ന് നിരങ്ങാൻ തുടങ്ങുമ്പോഴാണ് എന്തിൻ്റെ ആവശ്യം വരുന്നത്? ചെറുത്ത് നിൽക്കുന്നതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോഴാണ് മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയും ആ സമയത്ത്. അപ്പോൾ എല്ലാവരും ഈ സത്യവസ്തുവിനെ ആശ്ലേഷിക്കിൻ എന്ന് ഒരു ലോകോത്തര നിലവാരം വരണം. അപ്പോൾ പരമാർത്ഥം ഏതാശം പരബ്രഹ്മ രാധാകൃഷ്ണോ എന്ന സംശയ. ഏതൊന്നിൽ സർവവും ലയിക്കുമോ ആ വസ്തു മാത്രം പരമാർത്ഥം.
അപ്രകാരം ഇരിക്കുന്ന വസ്തു രാധാകൃഷ്ണൻ തന്നെ എന്ന് ജീവ ഗോസ്വാമി അനുഭവജ്ഞാനത്താൽ ഭക്തജനങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ട്. ബംഗാളിലത്തെ വലിയൊരു ആധ്യാത്മിക ശ്രേഷ്ഠനാണ് അദ്ദേഹം. അപ്പോൾ ഇത്രത്തോളം ഉത്കൃഷ്ടമായ ഭാഗവതം ഭക്തിയോഗം ലോകത്തിൽ ആർ പ്രചരിപ്പിച്ചുവെന്ന് മഹാമുനികൃതേ, ആരാ പ്രചരിപ്പിച്ചിട്ടുള്ളത്? മഹാമുനികൃതേ. ആരാ ഈ മഹാമുനി കൃതേ? വേദവ്യാസർ അല്ലെങ്കിൽ ശുഖബ്രഹ്മർഷി. ശുഖബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ ആരെ ഒഴിവാക്കാൻ പറ്റില്ല? വ്യാസരെ ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ വ്യാസരുടെ അച്ഛനായിരിക്കുന്ന പരാശര മഹർഷി എന്താ മോശക്കാരനാണോ? അല്ല. പരാശര സംഹിത പറഞ്ഞിട്ട് വലിയൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ പരാശര മുനി, വേദവ്യാസര്, ശുഖബ്രഹ്മർഷി, മഹാമുനികൃതേ, മഹാമുനികൾ കൃതിച്ചുള്ളത് നാരദാദി മുനിമാരാൽ പ്രചരിക്കപ്പെട്ടതാണെന്ന് ഭക്തിയോഗ ശ്രേഷ്ഠത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാരദമുനി ഭക്തിയോട് സംസാരിക്കുന്നതും ഭക്തി നാരദമുനിയോട് സംസാരിക്കണം. ഭക്തി പറഞ്ഞു, നാരദരെ, അങ്ങയെപ്പോലുള്ള വിജ്ഞാനികളുടെ ഗുണം എന്താണെന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കിക്കും. അപ്പോൾ നാരദർ പറഞ്ഞു, എന്നെ ഞാൻ എല്ലാ മനുഷ്യരാശികളുടെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ ഭക്തിനെ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ ഭക്തി ശുദ്ധി എന്നും അശുദ്ധി എന്നും രണ്ടെണ്ണം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അഥവാ മഹാനായ മുനി ശ്രീവിഷ്ണു തന്നെ ഉദ്ധവാദി ശിഷ്യന്മാർക്ക് ഉപദേശിച്ച് അവർ മുഖാന്തരം ലോകത്തിൽ പ്രചരിപ്പിച്ചുവെന്ന അർത്ഥവും ആ പദത്തിന് കൽപ്പിക്കാം. അത് തെറ്റില്ല. കിം വാ പരെ, ഏതാണ് ഏറ്റവും പരമമായിട്ടുള്ളത്? ശുഖബ്രഹ്മർഷിയാണോ, വ്യാസരാണോ, പരാശരനാണോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പരാശര മഹർഷി ഉള്ളതുകൊണ്ട് വ്യാസരുണ്ടായി, വ്യാസരുള്ളത് കൊണ്ട് ശുഖബ്രഹ്മർഷി ഉണ്ടായി. കിം വാ പരെ, ഈ വിധമുള്ള ഭക്തിയോഗത്തെ ഒഴിച്ചുള്ള മറ്റു യോഗങ്ങൾ എന്തു ഫലം? ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ കിം വാ, മറ്റുള്ള കൃതികൾക്ക് ഈ പ്രമാണം യോഗ്യമല്ല. അപ്പം എന്താ ഈ പ്രമാണം? ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ കിം വാ, ഇതര യോഗത്തിൽ പരിശ്രമിക്കുന്നവരുടെ ഹൃദയത്തിൽ, ഇതര യോഗങ്ങളിൽ ശ്രദ്ധിക്കണം, ഇതര യോഗങ്ങളിൽ സനാതനധർമ്മത്തിൽ ഇത്രയൊക്കെ ശ്രേഷ്ഠത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ആരാ ആകൃഷ്ടരാവാതെ ഇരിക്കുക? എല്ലാവരും ആകൃഷ്ടരാവും. ഇപ്പോൾ ആകൃഷ്ടരാവാതെ ഇരിക്കാൻ കാരണം എന്താ? അവർക്ക് സമയമായിട്ടില്ല. കർമ്മഫലം അതായത് അവരുടെ കർമ്മം മെറ്റീരിയലിസ്റ്റിക്കാണ്. അപ്പോൾ ഇതര യോഗങ്ങളിൽ പരിശ്രമിക്കുന്നവരുടെ ഹൃദയത്തിൽ കാലതാമസം കൂടാതെ ഈശ്വര സാക്ഷാത്കാരം അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഞാൻ എപ്പോഴും അസന്നിഗ്ധമായിട്ട് പറയും, സഗുണോപാസന കൊണ്ട് ഈ പറയുന്ന സംശുദ്ധി വരില്ല. ചിലവരെന്ത് പറയും? 100 വർഷം കൊണ്ട് നേടുന്നത്, ഞാൻ അങ്ങനെ പറയില്ല. 100 അല്ല 1000 വർഷമായാലും സംഭവിക്കില്ല. സഗുണോപാസന കൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല. അതുകൊണ്ടാണ് പിന്നൊക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വലുതാക്കാൻ ചിലവർ തട്ടിവിടും, നമ്മളത് അങ്ങനെ വിഴുങ്ങും. അതാണ്. അപ്പോൾ ഭക്തിയോഗത്തിലോ ശുശ്രൂഷിഭിസ്തക്ഷണാത് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തിയുടെ പല വിഭാഗങ്ങളെ ഗുരുമുഖത്തിൽ നിന്ന് കേൾപ്പാൻ ആഗ്രഹമുള്ളവരുടെ ഹൃദയത്തിൽ തൽക്ഷണം തന്നെ ഈശ്വര സാക്ഷാത്കാരമുണ്ടാകും. അത് പറഞ്ഞു തരാൻ നമ്മുടെ ഇടയിൽ ആൾക്കാരില്ലാണ്ട് പോയി. എന്താ പറഞ്ഞത്? ഭക്തിയുടെ പല വിഭാഗങ്ങളെ ഗുരുമുഖത്തിൽ നിന്ന് കേൾപ്പാൻ ആഗ്രഹമുള്ളവരുടെ ഹൃദയത്തിൽ തൽക്ഷണം തന്നെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവും. ഞാൻ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ 100 പ്രാവശ്യം പറയും. കാരണം എന്താ? എൻ്റെ അനുഭവമാണ് എനിക്ക് വലിയ ഗുരു. എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിയിൽ പിന്നെ കരുണാകരൻ പിള്ള സാറ് എന്നെ എന്ത് ഉപദേശിച്ചു അത് ഞാൻ മുറുകെ പിടിച്ചു. അതന്നെ സത്യം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം.
അതൊക്കെ ഇന്ന് നിഷ്പ്രഭമായിപ്പോയി. എന്നെ നോണ്ടിക്കളിച്ചവർക്കൊക്കെ കൈ വേദനിച്ചു എന്നല്ലാണ്ട് എൻ്റെ ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ആത്മാഭിമാനത്തിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ ഇവിടെ ഗുരുശുശ്രൂഷിഷ്ടക്ഷണാത്, അതാണ് ഇത്. ഭക്തിയുടെ പല വിഭാഗങ്ങളെ ഗുരുമുഖത്തിൽ നിന്ന് കേൾപ്പാൻ ആഗ്രഹമുള്ളവരുടെ ഹൃദയത്തിൽ തൽക്ഷണം തന്നെ ഈശ്വര സാക്ഷാത്കാരമുണ്ടാവും. അതിനാൽ ഇതൊന്നു മാത്രം മതി, ഇതരങ്ങൾ ആവശ്യമില്ല എന്ന് കാണിച്ചു. ന സാധയതി മാം യോഗേ ന സാഖ്യാം ധർമ്മ ഉദ്ധവ. ഏകാദശത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. എന്താ? ന സ്വാധ്യായസ്തപസ്ത്യാഗോ യഥാ ഭക്തിമാർമോർജിത. ഹേ ഉദ്ധവ, എന്നിൽ ബലവതിയായ ഭക്തി, ഭഗവാനിൽ ബലവതിയായ ഭക്തി ഏതുവിധം തന്നെ സ്വാധീനപ്പെടുത്തുമോ ആ വിധം യോഗം, സാഖ്യം, കർമ്മം, അധ്യയനം, തപസ്, ദാനം എന്നിവ സ്വാധീനപ്പെടുത്തുകയില്ല. ഈ പറഞ്ഞ സാഖ്യയോഗം, കർമ്മകാന്ഡം, അധ്യയനം, തപസ്, ദാനം എന്നിവ സ്വാധീനപ്പെടുത്തുകയില്ല. കാരണം എന്താ? സംശുദ്ധല്ല അതൊന്നും. ഇപ്പോൾ ഒരു യാഗം നടത്തണമെങ്കിൽ എത്ര ആളുടെ സഹകരണം വേണം? അതിലേതെങ്കിലും ഒരാൾക്ക് സ്വാർത്ഥ താല്പര്യം മനസ്സിൽ തോന്നിയാൽ ഈ യജ്ഞഫലം തകരാറാവും. ഇവിടെ സപ്താഹം എന്നുള്ളത് സത്യത്തിൽ ആചാര്യൻ്റെ വാക്കുകളിൽ നിക്ഷിപ്തമാണ്. ആചാര്യൻ ശ്രോതാക്കളെ എന്ത് പ്രബുദ്ധന്മാരാക്കണം, പ്രബുദ്ധത എന്ത് കൊടുക്കണം, അതേ അവശേഷിക്കൂ. എങ്ങനെ രാഗത്ത് പാടി, എങ്ങനെ പൂജ നടത്തി എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. കാരണം സപ്താഹത്തിൽ ശുഖബ്രഹ്മ മഹർഷി നടത്തിയ സപ്താഹത്തിൽ വായിക്കാനൊരു പൗരാണികനോ യജ്ഞവേദിയിൽ ഒരു ഹോതാവോ ഇല്ല. എല്ലാവരും സമഭാവന കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സപ്താഹത്തിന് എന്താ കുഴപ്പം? ആചാര്യന് ആര് ദക്ഷിണ കൊടുക്കണോ അവർക്ക് അനുഗ്രഹമുള്ളൂ എന്നുള്ള നിലയാണ്. അതല്ലേ ശരി? അത് തെറ്റല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ പറയണു, അതെ, പൂർവജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് ഭക്തി, യോഗ, ശ്രദ്ധ എന്ന് കൃതിഭി എന്ന വിശേഷണം കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ ഈ ജന്മം നമ്മൾ വളരെ ഉഷാറായിരിക്കണം. 8, 10, 12 വയസ്സിലതൊക്കെ പഠിക്കണം. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇവിടെ കൃതിഭി എന്ന വാക്കിന് എന്താ അർത്ഥം? നോക്കൂ, പൂർവജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് ഭക്തിയോഗ, ശ്രദ്ധ. ഇത് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഭാഗവതം എടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചില നല്ല കാര്യങ്ങൾ ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ലൗകിക ബാങ്ക് നിഷ്പ്രഭമാക്കുകയാണെങ്കിലും ആധ്യാത്മിക ബാങ്കിൽ പുഷ്ടി ഉണ്ടാവാൻ കാരണം ഈ കൃതിഭി എന്ന വാക്കാണ്. ചെയ്ത കർമ്മഫലങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കടമകളാണ് എൻ്റെ ശ്രദ്ധവാൻ ലഭതേ കാര്യം, അല്ലേ? ശ്രദ്ധവാൻ ലഭതേ കാര്യം. കടമകളും കടപ്പാടുകളും മറക്കാതെ കണ്ടിരുന്നത് കൊണ്ട് എനിക്ക് വിശേഷപ്പെട്ട ഒരവസ്ഥയെ പ്രാപിക്കാൻ സാധിച്ചു. ഞാൻ എന്താ കടമയും കടപ്പാടും ചെയ്തിട്ടുള്ളത് ഞാൻ പറയാം. എൻ്റെ വരുമാനം എന്താന്ന് നോക്കാതെ കണ്ട് ഞാൻ എൻ്റെ അമ്മയെ, എൻ്റെ ഫാദർ ലോനെയും മദർ ലോനെയും ഞാൻ സ്നേഹിച്ചു, ബഹുമാനിച്ചു. എൻ്റെ കുട്ടികളെ നോക്കുന്നതിനേക്കാൾ പരമാവധി ശ്രദ്ധ ഞാൻ ഈ 3 പേർക്കും കൊടുത്തു. അവരൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഒക്കെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അവരുടെ മനപ്രീതിക്ക് വേണ്ടിയിട്ട്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ 3 മഹാന്മാരുടെയും അനുഗ്രഹാശിസ്സുകൾ അതാണ് പ്രധാനം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പേരുദോഷമുണ്ട്, സത്യത്തിന് പേരുദോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അമ്മയെ, അച്ഛനെ, ഞാൻ ആദ്യത്തെ അമ്മയെന്ന് മാത്രം പറഞ്ഞു. കാരണം എന്താ, അച്ഛൻ എനിക്ക് 22 വയസ്സുള്ളപ്പോൾ 22 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം,
എൻ്റെ കടമകളും കടപ്പാടുകളും ഈ ശരീരം കൊണ്ടും ധനം കൊണ്ടും സേവിക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനം അച്ഛൻ്റെ വാക്കുകളെ ഞാൻ വേദവാക്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവരെ 3 പേരെയും അക്ഷരം പ്രതി ഒന്നിനും ക്ലേശിക്കാതെ കണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ ഷോർട്ട്, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. അത് നമ്മൾ എന്താണെന്ന് പറയുക, ശുഷ്കാന്തിയോടുകൂടി ഏറ്റുപിടിച്ച് വിചാരിക്കാൻ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഇവിടെ കൃതിവി എന്ന വിശേഷണം കൊണ്ട് കാണിക്കുന്നു, ഈ വിധം സർവദാ ശ്ലാഘ്യമായ ഭക്തിയോഗത്തിൽ, എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് ശ്രീ വേദവ്യാസമുനി സ്വശിഷ്യന്മാരോടും മുമുക്ഷുക്കളോടും ഗ്രന്ഥാരംഭത്തിൽ ഉപദേശിച്ചിരിക്കുന്നു. ഈ 1-ാമത്തെയും 2-ാമത്തെയും ശ്ലോകം മതി നമ്മളെ ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കാൻ. അതിനെ ഉറപ്പിക്കാനാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ. അപ്പോൾ ഗ്രന്ഥാരംഭത്തിൽ ഉപദേശിച്ചിരിക്കുന്നു, ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ ജ്ഞാനകർമാദി യോഗങ്ങളെ പ്രതിപാദിക്കുവാൻ ഭാവമുണ്ടെന്നിരിക്കലും, ജ്ഞാനകർമാദി യോഗങ്ങളെ പ്രതിപാദിക്കാൻ ഭാവമുണ്ടെന്നിരിക്കലും മുമുക്ഷുക്കൾക്ക് നിശ്ചിത ഫലത്തെ അചിരേണ നൽകുവാൻ സമർത്ഥമായ ഭക്തിയോഗത്തെ തന്നെയാണ് ഉറപ്പിക്കുവാൻ വ്യാസമുനി വിചാരിക്കുന്നതെന്നും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭാഗവതം സൃഷ്ടിക്കാനുള്ള സന്ദർഭം എന്തായിരുന്നു? മഹാഭാരതം പോലെ അതിബൃഹത്തായിട്ടുള്ള 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥം രചിച്ചിട്ടും വ്യാകുലചിത്തനായി നഷ്ടബോധത്തോടു കൂടി ഇരുന്ന് വ്യസനിക്കുന്ന വ്യാസമുനിയെ നാരദർ കാണാൻ ഇടവരാണ്. അപ്പോൾ നാരദർ ചോദിക്കുന്നു, എന്താണ് പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും ബൃഹത്തായിട്ട് മഹാഭാരതം രചിച്ചു. ഈ സനാതനധർമ്മത്തിൽ സൂര്യൻ മുതൽക്ക് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ചന്ദ്രൻ മുതൽക്ക് ഇങ്ങോട്ട്, അല്ലെങ്കിൽ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും മാത്രമല്ല കലിയുഗത്തിൽ വരാൻ പോകുന്ന രാജാക്കന്മാരെ പറ്റി കൂടി ഞാൻ അതിൽ വിസ്തരിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് സ്വസ്ഥത കിട്ടണില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ കർമ്മകാണ്ഡത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള യജ്ഞങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ഫലങ്ങളെ പറ്റിയിട്ടൊക്കെ ഭാഗവത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നാരദർക്ക് മനസ്സിലായി, ഭഗവാനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ ഈ വ്യാസര് ഭഗവാനെ പറ്റി മാത്രം ഭാഗവതം എഴുതി എല്ലാവരെയും സത്തുക്കളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം മറ്റ് ഇതര ശാസ്ത്രങ്ങൾക്ക് കഴിവില്ല എന്നുള്ളത് എങ്ങനെയാണ് പ്രതിപാദിക്കുക? അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം 1.25 ലക്ഷം ശ്ലോകങ്ങൾ വരുന്ന മഹാഭാരതം, ഭാരതത്തിൻ്റെ ചരിത്രവും ഭാരതത്തിൽ വന്ന ഋഷിമുനികളുടെയും അല്ലെങ്കിൽ സത്യസന്ധന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെയും ചക്രവർത്തികളുടെയും ജീവിത രീതിയും അവർക്ക് പറ്റിയിട്ടുള്ള അമളികളെ പറ്റിയിട്ടും അവർക്ക് പറ്റിയുള്ള ജയാപജയങ്ങളെ പറ്റിയിട്ടൊക്കെ വിസ്തരിച്ചു. പിന്നെ ഭാഗവതത്തിനെ വിസ്തരിച്ചു. അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ? നാരദർമ്മണിക്ക്. അപ്പോൾ സത്യത്തിൽ എന്തായി? മഹാഭാരതം വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മഹാഭാരതത്തിലുള്ള തത്വശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടാൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഭാഗവതം സ്ഥിരോത്സാഹത്തോടുകൂടി പഠിച്ചു കഴിഞ്ഞാലോ മഹാഭാരതം വായിച്ചിട്ടില്ലെങ്കിലും രക്ഷപ്പെടാം. ഞാൻ ഇപ്പോൾ ഭാഗവതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്ക് സ്ഥിരോത്സാഹമായിട്ട് സംശുദ്ധമായ ഭക്തി ഉണ്ടായാൽ എനിക്ക് രക്ഷപ്പെടാം. പക്ഷേ അന്യര് അത് പഠിക്കുമ്പോൾ എനിക്ക് അവരെ താക്കീത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിൽ പറഞ്ഞതിൽ കുറച്ച് പോരായ്മകളുണ്ട്. മഹാഭാരതത്തിൽ പോരായ്മകളുണ്ട് എന്നല്ല, ആ സബ്ജക്റ്റിൽ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? ജ്ഞാനകർമാദി യോഗങ്ങളെ പ്രതിപാദിക്കുവാൻ ഭാവമുണ്ടെന്നിരിക്കലും
മുമുക്ഷുക്കൾക്ക് നിശ്ചിത ഫലത്തെ അചിരേണ നൽകുവാൻ സമർത്ഥമായ ഭക്തിയോഗത്തെ തന്നെയാണ് ഉറപ്പിക്കുവാൻ വ്യാസമുനി വിചാരിക്കുന്നതെന്നും ഗ്രന്ഥാരംഭത്തിൽ തന്നെ സ്പഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൂന്നാമത്തെയും അത്യാവശ്യം വലുതാണ്. പിന്നെ 4 മുതൽക്ക് കമ്പാരിറ്റീവ്ലി ടു ആവും. അതുകൊണ്ട് 3 കൂടി ചിലപ്പോൾ 2 ദിവസം എടുത്തുനിന്ന് വരും. പിന്നെയൊക്കെ നമ്മൾക്ക് പോവാം. പക്ഷേ ഈ 1, 2, 3 ശ്ലോകങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായി. അപ്പോൾ ഭക്തിക്ക് 2 വീതമുണ്ട്: സംശുദ്ധ ഭക്തി, അശുദ്ധ ഭക്തി. ശുദ്ധഭക്തി, അശുദ്ധ ഭക്തി. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾക്കൊരു ബോധം ഉണ്ടാവണം. വേറൊരാൾ അശുദ്ധമാണോ ശുദ്ധമാണോ നമ്മൾ നോക്കണ്ട, നാം ശുദ്ധഭക്തിയിലാണോ. അപ്പോൾ പറഞ്ഞു, അശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഭാഗവതത്തിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഭഗവതിയെ ഉപയോഗിക്കുക. അത് അശുദ്ധഭക്തി. എനിക്ക് നിർവ്യാജഭക്തി മതി, എനിക്ക് വ്യാജം വേണ്ട, എനിക്ക് അസല് ഭക്തി മതി എന്ന് പറയുന്നതാ കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നതിൽ ഉത്സാഹം കാണിക്കുക. അപ്പോൾ പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങൾ ഭഗവാൻ വിജയിപ്പിക്കാതെ വരില്ല. കാരണം ശുദ്ധഭക്തിയിലുള്ള ആത്മജ്ഞാനികൾ വളരെ കമ്മിയാണ്. അപ്പോൾ ഭഗവാന് ആ വംശം നിലനിൽക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഗ്രന്ഥം റിവൈഷൻ ചെയ്യാൻ സാധിച്ചത് ഇപ്പം എങ്ങനെയാണ്? നീ സത്യം പറയണല്ലോ, സത്യം പരം ധീമഹിയാണല്ലോ ഭാഗവതത്തിൻ്റെ. ഞാൻ ഇന്നലെ പ്രൊലോങ്ഡ് കോൺവെർസേഷൻ എൻ്റെ ബോംബെയിലുള്ള ചേച്ചിയായിട്ട് ഉണ്ടായി. അതിൽ ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. എന്താ പറഞ്ഞത്? ഇപ്പോഴും ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഭാഗവതത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇത് പൂർണ്ണമാവലില്ല. പൂർണ്ണമാവൽ എപ്പോഴാണ്? ഭഗവാൻ എനിക്ക് മോക്ഷത്തെ തരുമ്പോൾ. എന്താ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ? പരാധീനതകളില്ലാത്തൊരവസ്ഥ, ഒന്നിനും കംപ്ലൈൻറ്റ് പറയാത്തൊരവസ്ഥ, എല്ലാം ഈശ്വരമയമായിട്ട് തോന്നുന്നൊരവസ്ഥ. അതിൻ്റെ പക്കത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പുനരഭി ജനനം ഇല്ലാതെ കണ്ട് ധർമ്മം അർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നുള്ളത് നിശ്ചയിക്കണം ഭഗവാൻ. അപ്പോഴാണിത് പരിപൂർണതയാവുക. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. പിന്നെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ ഒരു എന്താണ് പറയുക, സംവാദം വേണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞ അല്ലേ, എന്താ തുളസീദളത്തിലത്തെ എൻ്റെ നാട്ടുകാരിക്ക് വലിയൊരു അപ്രീഷിയേഷൻ ഉണ്ട്. കാരണം നമ്മൾക്ക് നമ്മുടെ അറിവിനെ ബോധിപ്പിക്കാനൊരു പ്ലാറ്റ്ഫോം വേണ്ടേ? അപ്പോൾ അത് ഇങ്ങനെ നടത്താൻ സാധിച്ചു. എനിക്ക് നടത്തിക്കൊണ്ടിരിക്കണം, ഞാൻ നടത്തും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.